നോമ്പ് തുറക്കുന്ന സമയത്തിലേക്ക് എണ്ണയിൽ മുക്കി പൊരിക്കാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പോളയുടെ റെസിപ്പി ആയിട്ട് അത് കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പോള കഴിക്കാനായിട്ട്. ആദ്യം നമുക്കതിലേക്ക് ചിക്കൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കും. 1 ടീസ്പൂണൊക്കെ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരുപാട് മൊരിഞ്ഞ് വരണം കേട്ടോ, സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് പെട്ടെന്ന് തന്നെ ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളൂ. ഇതുപോലെ ചെറിയ പീസായിട്ടല്ലേ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതായത് കുക്കായി വന്നിട്ടുണ്ട്, അതവിടെ മാറ്റി വെക്കാം. ഇനി ഞാൻ സെയിം ഓയിലിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ഓയിലിൽ ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക കേട്ടോ. പിന്നെ ഉപ്പ് കൂടി വേണം, നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ചാട്ടോ, 1 പച്ചമുളക് തന്നെ മതിയാവും. പിന്നെ അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയ പീസ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാപ്സിക്കം ഇതിൽ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ ഈ ക്യാപ്സിക്കം കൂടെ ചേർക്കുമ്പോൾ. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിൽ നിന്ന് കുറച്ചിവിടെ മാറ്റി വെക്കുന്നുണ്ട്, ബാക്കിയൊക്കെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ ഫില്ലിങ് ഈ ഒരു സംഭവം റെഡി കേട്ടോ, ഫില്ലിങ്ങിനുള്ള. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 കപ്പ് പാലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതാ ഈ രീതിയിൽ നമ്മുടെ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സോസ് പാൻ എടുക്കാം. നമ്മൾ ഏതിലാണോ ഈ പോള തയ്യാറാക്കിയെടുക്കുന്നത് അതും ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ നെയ്യ് ചേർക്കണ്ട കേട്ടോ, 1 ടീസ്പൂണും മതി. എന്നിട്ട് അതെല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ബാറ്ററിൻ്റെ പകുതി ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സൈഡൊക്കെ ഇങ്ങനെ ഒന്നങ്ങനെ ഇതായി വരും കേട്ടോ, കുക്കായിട്ട് വരും. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടില്ല ഫില്ലിങ് കംപ്ലീറ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചു തുടങ്ങുക. ബാക്കിയുള്ള ബാറ്റർ സൈഡിൽ നിന്ന് ഇങ്ങനെ സെൻറ്ററിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ മുകളിൽ നമുക്ക് കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കവും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്തതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടില്ലേ കുറച്ച് ചിക്കന്, ആ ചിക്കൻ ഫ്രൈ ചെയ്തത് അതും കൂടെ ഒന്ന് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അതും ഇന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ആ ഒരു ബാറ്ററിലേക്ക് ഒന്ന് അമർത്തി കൊടുക്കാം. ഒന്ന് കറക്റ്റായിട്ട് അവിടെ സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ശരിക്കും കുക്കായിട്ട് വരും കേട്ടോ. നോക്കിയിട്ട് ചെയ്യാം. മുകൾ ഭാഗം ഒട്ടൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് ആയിട്ടുണ്ടാവും. എന്നിട്ട് വേറൊരു പാനിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതങ്ങ് കമിഴ്ത്തി കൊടുക്കാം. എന്നിട്ട് ആ ഭാഗം ഒന്ന് 2 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കിയെടുക്കുക. ആ ഭാഗം ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പോള റെഡി കേട്ടോ. ഇഫ്താർ സമയത്തൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടാണ്. നമുക്ക് എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇതുപോലെ സ്നാക്കൊക്കെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ. ഇത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.